ദുഃഖകരമായ സത്യം ഞാൻ പറയട്ടെ. ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ എണ്ണ എത്ര ഉണ്ടെന്നറിയോ? ഒരു ഡയാലിസിസ് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവനും അവരുടെ കിഡ്നിയുടെ പ്രവർത്തനം ഈ ഡയാലിസിസ് മെഷീനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓർക്കണം. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ പറഞ്ഞു, ദയവ് നിങ്ങളെല്ലാവരോടും പറഞ്ഞു കൊടുക്കണം, ഈ ഉപ്പിട്ട ഭക്ഷണങ്ങളും അതുപോലെ അമിതമായിട്ടുള്ള എണ്ണക്കടികളും അതുപോലെ തന്നെ ഈ കോള പോലത്തെ അമിതമായി പഞ്ചസാര ചേർത്ത ഭക്ഷണങ്ങളും നമ്മുടെ കിഡ്നിയിൽ ഉണ്ടാക്കുന്ന ഓവർലോഡ്, എന്നിട്ട് ആ കിഡ്നി എന്ന് പറയുന്ന അരിപ്പയെ പൂർണ്ണമായും താറുമാറിലാക്കുന്ന അവസ്ഥകൾ, എന്നിട്ട് അവസാനം കിഡ്നി രോഗികളായിട്ട് ഒരു ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുമ്പം ആ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ സെൻറ്ററുകളെല്ലാം ഫുള്ളായിരിക്കും. നമുക്കറിയാം ഗവൺമെൻറ് മേഖലകൾ, പിന്നെ CH സെൻറ്റർ പോലത്തെ ഒരുപാട് ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്യുന്ന കേന്ദ്രങ്ങൾ, ഇവിടെയൊക്കെ എന്നും ഫുള്ളായി കിടക്കുകയാണ് കേന്ദ്രങ്ങളെല്ലാം. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുത്തിട്ട് ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഡയാലിസിസ് ചെയ്യണം. ഓരോ ദിവസവും 2500-3000 രൂപ. പിന്നീട് യാത്രയുടെ ചിലവുകൾ, ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഡയാലിസിസ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരു തലമുറ അവിടെ മറ്റൊരാളെ നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതം ത്യജിക്കണം. എന്തൊക്കെ വലിയ അപകടാവസ്ഥകളാണ് നമുക്ക് മുമ്പിൽ കാത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് റംസാൻ കാലം വളരെ പുണ്യങ്ങളുടെ പൂക്കാലമാണ്, ഒരുപാട് ത്യാഗങ്ങളുടെ സൂക്ഷ്മതയുടെ കാലമാണ്. ഈ കാലത്ത് നമ്മൾ രാത്രി അങ്ങോട്ട് പുറത്തെത്തി കഴിഞ്ഞാൽ ഏതോ മദ്യഷാപ്പൊക്കെ തുറന്നിട്ട് അതിനു മുമ്പിൽ ക്യൂ നിൽക്കുന്നത് പോലെ ഈ ഉപ്പിട്ട ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. ഒരു റേഷൻ കടയിൽ പോയാൽ ഒരു അരി വാങ്ങാൻ ക്യൂ നിൽക്കാൻ പോകാൻ മടിച്ച് നിൽക്കുന്നവരാണ് ഇതിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത്. ആലോചിച്ച് നോക്കണം. വളരെ വിഷമകരമായ വസ്തുതയാണ്. ഒരാൾ ഈ കച്ചവടം മുടക്കാനോ ഒന്നുമല്ല പറയുന്നത്. ഒരു 5 ഗ്രാം ഉപ്പ് ഒരു ദിവസം ഒരാൾക്ക് കുഴപ്പമില്ല. 5 ഗ്രാമിൻ്റെ നേരെ ഉപ്പ് ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കും എന്നുള്ളത് മാത്രമൊന്നല്ല ഇവിടെ പ്രശ്നം. ബ്ലഡ് പ്രഷർ എന്ന് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയി കിടക്കുന്നൊരു സംഭവമാണ്. അതിൻ്റെ അപകടാവസ്ഥ ആൾക്കാർ മറന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ആലോചിക്കണം, കിഡ്നി രോഗങ്ങൾ അതിലേറെ ശക്തമായിട്ട് ഇവിടെ വ്യാപിച്ച് വരികയാണ്. കിഡ്നി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ കിഡ്നി രോഗങ്ങൾ കാരണം ബ്ലഡ് പ്രഷർ വരും. അതുപോലെ തന്നെ ഈ കിഡ്നി രോഗങ്ങൾ നമ്മുടെ രക്തത്തിലുള്ള പ്രവർത്തനങ്ങൾ, എരിത്രോപൈറ്റിൻ്റെ ഉൽപ്പാദനമൊക്കെ കുറച്ചുകൊണ്ട് എന്താവും, ലാസ്റ്റ് രക്തത്തിൻ്റെ ഉൽപ്പാദനത്തെ കുറച്ചുകൊണ്ട് അവസാനം ഇല്ലാത്ത അവസ്ഥകൾ, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന് ആലോചിച്ച് നമ്മൾ ശരിക്കും വളരെ ശക്തമായിട്ട് തന്നെ ചിന്തിക്കേണ്ടതാണ്. ഈ എണ്ണക്കടികളും പഞ്ചസാര അമിതമുള്ള കടികളും ഉപ്പിട്ട കടികളും നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു ബേർഡനാണ് നമ്മുടെ നാട്ടിൽ ഇനി ഈ ഒരു ആരോഗ്യമേഖലയിൽ വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ, ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളിന്ന് പഠിച്ച് വലുതായി ഒരു ജോലി ചെയ്ത് ഇവിടെ നല്ല സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ചെറുപ്രായത്തിൽ ഹൃദയാഘാതം വന്ന്, അല്ലെങ്കിൽ പക്ഷാഘാതം വന്ന്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിന് അടിമപ്പെട്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും പണക്കാരാവാൻ കൊതിച്ച് പണം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട സാഹചര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ചാരിറ്റികളിലെല്ലാം ഒരുപാട് രോഗികൾക്ക് വേണ്ടിയുള്ള പിരിവ് നടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി പിരിക്കേണ്ട സാഹചര്യങ്ങൾ, വലിയ പണക്കാരായി പിറന്നവർ പോലും ഒരു ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിലേക്ക് കുത്തുവാളെടുക്കുന്നത് നമ്മൾ കാണുന്നതാണ്. നമ്മൾ എന്നിട്ട് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ടെംപ്റ്റേഷന് വേണ്ടി, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള രുചിക്ക് വേണ്ടി നമ്മൾ മുമ്പിൽ കാത്തിരിക്കുന്ന വലിയ അപകടാവസ്ഥകൾ നമ്മൾ മറന്നു പോവുകയാണ്. നമുക്ക് മുമ്പിൽ ഓപ്ഷനുകളുണ്ട്. ഈ ഉപ്പിട്ട അല്ലെങ്കിൽ അമിത പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ വിളമ്പുന്ന സ്ഥലങ്ങളിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുത്തോട്ടെ. എന്താ പ്രശ്നം? ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു കൊക്കക്കോള അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു കോള പാനീയം കുടിക്കണമെന്ന് തോന്നുമ്പം എന്തുകൊണ്ട് ഒരു തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ചിട്ട് അങ്ങനെ കുടിച്ചുകൂടാ? ഓപ്ഷനുകൾ വേറെ ഉണ്ടല്ലോ. വളരെ കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വലിയൊരു അപകടകരമായ അവസ്ഥയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊരു പോസ്റ്റിന് താഴെ സഹോദരൻ പറയുന്നത് കേട്ടു. എണ്ണക്കടികളെക്കുറിച്ചല്ല നിങ്ങൾ പറയേണ്ടത്, വ്യാജമായിട്ടുള്ള വൃത്തികെട്ട എണ്ണക്കടി ഉപയോഗിച്ച് എണ്ണക്കടി ഉണ്ടാക്കുന്നവരെ കുറിച്ചാണെന്ന്. ഞാൻ പറഞ്ഞു, അന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു എണ്ണക്കടി കഴിച്ചോ. കാരണം ഒരു എണ്ണക്കടി
നമ്മളൊക്കെ നോമ്പ് തുറക്കുമ്പോൾ അല്ലാത്തപ്പോഴൊക്കെ കുറച്ച് കഴിക്കുന്നതുകൊണ്ട് ഞാൻ എന്നെ ന്യായീകരിച്ച്, പക്ഷേ എണ്ണക്കടിയിലൊക്കെ അടിക്കിയിട്ടുള്ള കലോറി എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സംഗതി ഇത്തിരി കുഞ്ഞൻ ഭക്ഷണമായിരിക്കും, പക്ഷെ അതിനുള്ളിലുള്ള കലോറി എത്ര ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിനനുസരിച്ച് നമ്മൾ ചെയ്യാൻ. തീർച്ചയായും വലിയൊരു അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന് അറുതി വരണം. നമ്മൾ ആ ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് ഇന്ന ഭക്ഷണത്തോടുള്ള ടെംപ്റ്റേഷൻ, ഒരു ലഹരി വസ്തു ഉപയോഗിക്കാനുള്ള ടെംപ്റ്റേഷൻ ഉള്ളതുപോലെ ഉണ്ടാകുമ്പം നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്ന വലിയ അപകടാവസ്ഥകൾ നമ്മൾ മുന്നിൽ കാണണം. ഞാൻ കിഡ്നീൻ്റെ മാത്രം പറഞ്ഞു, ഇനി ലിവറിൻ്റെ കാര്യം എടുത്ത് നോക്ക്. ലിവർ സിറോസിസ്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, വളരെ കോമൺ ആണെന്ന്. ലിവർ സിറോസിസിലേക്ക് വഴി നടക്കുന്നത് വെറും മദ്യപാനികൾ മാത്രമൊന്നല്ല, മദ്യപിക്കാതെ ഇതുപോലെ നമ്മൾ ആഡംബര ഭക്ഷണ രീതി കൊണ്ടുണ്ടായ പല പ്രശ്നങ്ങൾ കൊണ്ടുമാണ് ഇന്ന് ആൾക്കാർ കൂടുതലായിട്ട് ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, ലിവർ സിറോസിസിലേക്ക് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ അപകടമാണ്. ഹൃദയാഘാതങ്ങളും പക്ഷാഘാതങ്ങളും പറയേണ്ട കാര്യമല്ല. മനുഷ്യന്മാരും ഡോക്ടർമാരും ഒക്കെ പറഞ്ഞ് മടുത്തൊരു കാര്യമാണ്. ഇന്നിതാ പുതിയ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ആ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ്. വളരെ അപൂർവം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പല അസുഖങ്ങളും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസറിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല. ഇത്തരം ഭക്ഷണങ്ങളുണ്ടാകുന്ന ക്യാൻസറുകൾ അതൊക്കെ മുന്ന് പറഞ്ഞതാണ്. ഓക്കെ, തീർച്ചയായിട്ടും എത്രയും യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരുത്തരും നമുക്ക് മുമ്പിലേക്ക് ഭക്ഷണം വരുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആദ്യത്തെ ദിവസം റംസാൻ 1 ഫാസ്റ്റിംഗ് ചെയ്ത സമയത്ത് ഞാൻ ഓവർ ഭക്ഷണം കഴിച്ചു. അന്ന് തന്നെ എനിക്ക് തിരിച്ചറിവുണ്ടായി. അന്ന് രാവിലത്തെ ഭക്ഷണത്തെ ഞാൻ കൺട്രോൾ ചെയ്തു. പിന്നീട് വന്ന ഓരോ റംസാൻ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്തും ശക്തമായിട്ടുള്ള ഭക്ഷണ നിയന്ത്രണം ആവിഷ്കരിക്കാൻ എനിക്ക് സാധ്യമായി. തിരിച്ചറിവാണ് ഈ പറയുന്ന എനിക്കും ഈ കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാകുന്ന തിരിച്ചറിവിലൂടെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങളോട് ഭക്ഷണം കഴിക്കണ്ട എന്നല്ല പറയുന്നത്. ഭക്ഷണം ആരോഗ്യകരമായ മറ്റൊന്നിലേക്ക്, ആ ആരോഗ്യമായിട്ട് ഭക്ഷണ രീതി നിങ്ങളുടെ ഫാഷനായി മാറുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റമാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഇനി എന്തെങ്കിലും ജങ്ക് ഫുഡുകളോ ഇതൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുകൊണ്ടുണ്ടാകുന്ന ടോക്സിക് എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ലിമിറ്റ് ചെയ്ത തോതിൽ മാത്രം. അത് നിങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ട്, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുകൂല സാഹചര്യത്തിൽ ടെംപ്റ്റേഷന് വേണ്ടിയിട്ടല്ല, മാത്രം ഇങ്ങനത്തെ ഓരോ ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, നമുക്ക് ഇതുപോലുള്ള ഭക്ഷ്യവസ്തുക്കൾ, അവിടെ ഇളനീറിൻ്റെ ഷോപ്പുകൾ ഉണ്ടല്ലോ, റോഡ് സൈഡിൽ എത്ര ഇളനീർ വെട്ടിത്തരുന്നുണ്ട്. എത്ര മനോഹരമാണത്. അവിടെ പോയി കട്ട് ചെയ്ത് ഇളനീർ അങ്ങനെ കഴിച്ചോളി, ഒരു കുഴപ്പമില്ലല്ലോ. ഇതുപോലെ തന്നെ ഫ്രൂട്ട്സ്, നമുക്ക് അരിഞ്ഞ് തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാ ഫ്രൂട്ട് ഷോപ്പുകളിലും ജ്യൂസ് ഷോപ്പുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. നല്ല തണുത്ത വെള്ളത്തിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ സ്ലൈസ് ഇട്ട് തരുന്നൊരവസ്ഥ ഈ ജ്യൂസ് ഷോപ്പുകളിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതും നമുക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ, നമ്മുടെ ടെംപ്റ്റേഷനിലൂടെ തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് ഇതുപോലുള്ള അസുഖങ്ങളുടെ വലിയൊരു ബേർഡൻ സഹിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ അസുഖങ്ങൾ കാരണം വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളൊരു വാർണിംഗ് തരാൻ വേണ്ടിയാണ് ഇപ്പം തന്നെ ഞാൻ ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യം പറഞ്ഞത്. ഓക്കെ, ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഓക്കെ.